യെസ് മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മളെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ചാപ്റ്റർ പഠിച്ച് തീരാത്തവരാണെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഈ ചാപ്റ്ററിലേക്ക് വരിക. ഈ ചാപ്റ്ററിൽ കുറച്ച് ഭാഗം പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ വെച്ച് ചെയ്യാനുള്ളതുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? സോ മക്കളെ, നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സിൻ്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. CM അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൽ എവിടെയാണ് ഇത് കിട്ടുക എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോർ, ആൻഡ്രോയിഡ് ഡിവൈസസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് CM അക്കാഡമി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ റൈറ്റ് സൈഡിലായിട്ട് 3 വരെ ഒരു മെനു ഉണ്ടാവും. അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുക ORG കോഡാണ്. ORG കോഡ് ചോദിക്കുന്ന സമയത്ത് ഈ ORG കോഡ് HGNTIB എന്ന് പറയുന്ന ORG കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സെയിം തന്നെയാണ്, മെനുവിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രീ മെറ്റീരിയൽസിൽ നിന്ന് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് പ്രോബബിലിറ്റി? പ്രോബബിലിറ്റിയിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത് സാമ്പിൾ സ്പേസിനെ പറ്റിയിട്ടാണ്. എന്താ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. എന്താണ് ഈ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ? റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാമ്പും കോളിയും കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൂഡോ കളിക്കുന്ന സമയത്ത് ഉരുട്ടുന്ന സാധനം ഉണ്ടല്ലോ, ഡൈസ്. ആ ഡൈസ് റോൾ ചെയ്യുക. ഇങ്ങനെയുള്ള പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ സ്പേസ്, റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയാം. ആ റാൻഡം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു കോയിൻ ടോസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടാൻ ചാൻസ് ഉള്ളത്? ഒന്നെങ്കിൽ ഹെഡ് കിട്ടും, അല്ലെങ്കിൽ ടൈൽ കിട്ടും. ഇതെല്ലാം കിട്ടാൻ ചാൻസ് ഉള്ളത്. അതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള സാധനം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളത്? സെറ്റിൻ്റെ ബ്രാക്കറ്റിലാണ് നമ്മൾ എഴുതി കൊടുക്കുക. ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം, അതല്ലെങ്കിൽ ടൈൽ കിട്ടാം. ഇതല്ലേ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്? യെസ്. അടുത്ത എന്താ? റോളിങ് എ ഡൈ. ഒരു ഡൈ റോൾ ചെയ്യാണ്. ഡൈയിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാടാ? 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, 4, 5, 6. ഇതിലേത് വേണമെങ്കിലും കിട്ടാം. ഓക്കെ ആണല്ലോ? അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? ടോസിങ് 3 കോയിൻസ്. എത്രനാടാ? 3 കോയിൻ. അതിവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്, നോക്കിക്കേടാ. ടോസിങ് 3 കോയിൻസ്. എടാ, ഞാൻ ആദ്യം ഒരു കോയിൻ ടോസ് ചെയ്തു, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഹെഡ് കിട്ടി. രണ്ടാമതൊരു കോയിൻ ടോസ് ചെയ്തു, അപ്പോഴും ഹെഡ് കിട്ടി. മൂന്നാമതും ഒരു കോയിൻ ടോസ് ചെയ്തു, അപ്പോഴും ഹെഡ് കിട്ടി. ഇതാണ് ഒരു ഓപ്ഷൻ അല്ലേ? ഇനിയോ, ആദ്യത്തിലും ഹെഡ് കിട്ടി, രണ്ടാമത്തേൽ ഹെഡ് കിട്ടി, മൂന്നാമത്തേൽ ടൈൽ കിട്ടി, പിന്നെയോ ഹെഡ് കിട്ടി, ടൈൽ കിട്ടി, ഹെഡ് കിട്ടി, പിന്നെയോ ഹെഡ് കിട്ടി, ടൈൽ കിട്ടി, ടൈൽ കിട്ടി. ഇതൊരു ഓപ്ഷൻ അല്ലേ? ഇനി മറ്റൊരു ഓപ്ഷൻ നോക്കിക്കോ. ടൈൽ കിട്ടി, ഹെഡ് കിട്ടി, ഹെഡ് കിട്ടി, നെക്സ്റ്റ് ടൈല്, ഹെഡ്, ടൈല്, നെക്സ്റ്റ് ടൈല്, ടൈല്, ഹെഡ്, നെക്സ്റ്റ് ടൈല്, ടൈല്, ടൈല്. എത്ര ഉണ്ടടാ? 8 വേണം. 1, 2, 3, 4, 5, 6, 7, 8. 8 കറക്റ്റ് ഇല്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് 8 ഉണ്ട് എന്നൊന്ന് ഉറപ്പിക്കുക. അതെങ്ങനെയാണ് 8 എന്നുള്ള നമ്പർ കിട്ടിയത് എന്നല്ലേ? നോക്കിക്കോ. നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ്, അതായത് സാമ്പിൾ സ്പേസിലുള്ള എലമെൻസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് എലമെൻസിൻ്റെ സാമ്പിൾ സ്പേസ്. എപ്പോൾ? ഒന്ന്, കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത്. എന്ത്? കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n. അതായത് ഒരു കോയിൻ ടോസ് ചെയ്താൽ എത്ര ഔട്ട്കം ഉണ്ടാവും? 2 2/1. 2 ടോസ് ചെയ്യുകയാണെങ്കിലോ 2/2. 4 ടോസ് ചെയ്യുകയാണെങ്കിൽ 2/4. ഇപ്പോൾ ഇവിടെ 3 ടോസ് ചെയ്താൽ അപ്പോൾ 2/3 ആണ്. 2/3 എന്ന് പറഞ്ഞാൽ 8 അങ്ങനെയാണെങ്കിൽ 8 ഔട്ട്കം ഉണ്ടാവും. ഇനി ഇതേപോലെ കോയിൻ ടോസ് ചെയ്യുന്ന പരിപാടി പറഞ്ഞു. അടുത്തതാണ് റോളിങ് എ ഡൈ. ഡൈ റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡൈ റോൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡൈ റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഡൈസ് റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആൻസർ വരിക? 6/n ആണ് വരിക. കാരണം ഒരു ഡൈയിലും 6 നമ്പർ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് 6/n. അപ്പോൾ 2 ഡൈ റോൾ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയായിരിക്കും? 6/2 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ. സോ നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗത്തിൽ നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റും അതുപോലെ എക്സോസ്റ്റീവ് ഇവൻറ്റും. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്? 2 ഇവൻറ്റ്സ് നമുക്ക് തന്നു. ഓക്കെ, 2 ഇവൻറ്റ്സ് നമുക്ക് തന്നിട്ട് A, B എന്ന് പറയുന്ന 2 ഇവൻറ്റ്സ് തന്നു. ഈ 2 ഇവൻറ്റ്സും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ എന്തേ കിട്ടാൻ പാടുള്ളൂ? 5 കിട്ടാൻ പാടുള്ളൂ. എന്തേ കിട്ടാൻ പാടുള്ളൂടാ? 5 കിട്ടണം. ക്ലിയർ ആണോ? ഇൻ്റർസെക്ഷൻ എടുത്താൽ 5 കിട്ടിയിരിക്കണം. അടുത്ത എന്താ പറയുന്നത്? എക്സോസ്റ്റീവ് ഇവൻറ്റ്. എന്താ എക്സോസ്റ്റീവ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 ഇവൻറ്റ് എടുത്തു, A, B, C. ആ 3 ഇവൻറ്റും കൂടെ 3 ഇവൻറ്റിൻ്റെയും യൂണിയൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിരിക്കണം? സാമ്പിൾ സ്പേസ് കിട്ടിയിരിക്കണം. മക്കളെ, പറയാൻ വിട്ടുപോയൊരു സാധനമുണ്ട്. എന്താണ് ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നാക്കണ്ട. സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇവൻറ്റ്. എന്താണടാ? സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇവൻറ്റ്. എന്നാൽ ഇവിടെ നോക്കിയടാ, നമ്മളൊരു സാമ്പിൾ സ്പേസ് എടുത്തു. എന്ത്? റോളിങ് എ ഡൈ. ഒരു ഡൈ റോൾ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഔട്ട്കം കിട്ടാം? 1, 2, 3, 4, 5, 6. ഇത്രയല്ലേ നമുക്ക് ഔട്ട്കം കിട്ടാൻ ചാൻസ് ഉള്ളത് അല്ലേ? ഞാനൊരു ഇവൻ്റ് എടുത്തു, A എന്ന് പറയുന്ന ഇവൻറ്റ്. A എന്ന് പറയുന്ന ഇവൻറ്റ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പറാണ്. അപ്പോൾ 1 ഉണ്ടാവും, 3 ഉണ്ടാവും, 5 ഉണ്ടാവും. മറ്റൊരു ഇവൻറ്റ് എടുത്തു, B എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റ്.
അതായത് നമ്മൾ സെറ്റിൽ പഠിച്ചല്ലോ, യൂണിവേഴ്സൽ സെറ്റ് അതേപോലെ സെറ്റുകൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ യൂണിവേഴ്സൽ സെറ്റായിട്ട് ഇവിടെ നിങ്ങൾ ആരെ സങ്കല്പിച്ചോളി? സാമ്പിൾ സ്പേസിനെ സങ്കല്പിച്ചോളി. സാധാരണ സെറ്റുകളായിട്ട് നിങ്ങൾ ആരെ സങ്കല്പിച്ചോളി? ഇവൻറ്റിനെ സങ്കല്പിച്ചോളി. അത്ര തന്നെ ഉള്ളൂ, ബാക്കിയൊന്നും സംഭവമാക്കാനുള്ളതില്ല. ഇനി ബി എന്ന് പറയുന്നത് ഗെറ്റിംഗ് ആൻഡ് ഈവൺ നമ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2, 4, 6 ഇതല്ലേ നമുക്ക് കിട്ടുക. ഇനി ഇവിടെ നോക്കിയടാ, നിങ്ങളോട് ചോദിച്ചു എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചോദിച്ചു. ഇവിടെ നോക്കിയാൽ എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ എന്തെങ്കിലും കിട്ടുമോ? നമുക്ക് ആൻസർ ഉണ്ടോ? എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ എന്താ കിട്ടുക? 5 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എനെയും ബിനെയും നമുക്ക് എന്ത് പേര് വിളിക്കാം? ഇറ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയാൻ പറ്റും. എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇനി അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ് എയും ബിയും എക്സോസ്റ്റീവ് ആണെന്ന് ചോദിച്ചാലോ? എ യൂണിയൻ ബി കണ്ടുപിടിച്ച് നോക്കുക. എ യൂണിയൻ ബി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 1, 2, 3, 4, 5, 6. അതെന്താ? സാമ്പിൾ സ്പേസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എയും ബിയും എന്താണെന്ന് പറയാം? മ്യൂച്വലി എക്സോസ്റ്റീവ് ആണെന്ന് പറയാം. ഇവിടെ എൻ്റെയും ബിൻ്റെയും പ്രത്യേകത എന്താ? ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻസ് ആണ്. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താ സാധനം എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടല്ലോ. സോ നമുക്ക് നേരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഫസ്റ്റ് വൺ, പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓൾ ഔട്ട്കം. ഇക്വേഷനൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചു വെച്ചോളൂ. കാരണം ഇക്വേഷൻ അറിഞ്ഞാലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് നേരെ ആൻസർ ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് ഇയാൾ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഓക്കെ ആണല്ലോ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അതെന്താണ്? യൂണിയൻ ആണ്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയും. അതെന്താണ്? എ ഇൻ്റർസെക്ഷൻ ആണ്. അപ്പോൾ ആൻഡ് കണ്ടാൽ എന്താണ്? ഇൻ്റർസെക്ഷൻ ആണ്. ഓർ കണ്ടാൽ എന്താണ്? യൂണിയൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ പി പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറയും. നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? എ ഡാഷ് ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ്. എങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് കാണുക? ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഏതൊരു ഇവൻറ്റിൻ്റെയും ഏതൊരു സാമ്പിൾ സ്പേസിൻ്റെയും മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഏറ്റവും മിനിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും, അല്ലെങ്കിൽ 0യും 1ഉം ആയിരിക്കും പ്രോബബിലിറ്റി ആയിട്ട് വരിക. 0യും വരാം 1ഉം വരാം. അതിൻ്റെ മേലക്കോ താഴേക്കോ പ്രോബബിലിറ്റി വരില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചു പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ചോദിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു 1 മൈനസ് ഈ സാധനം ഡാഷ് ഇല്ലാണ്ടാണ് കുറച്ച് കൊടുക്കുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് വരും. കളി മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്. ഇത് ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. സോ നമുക്ക് നേരെ എന്തിലേക്ക് പോവാം? കാർഡ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. മക്കളെ, ഈ ചാപ്റ്ററിൽ നമുക്ക് കാർഡ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, പ്രോബബിലി നമ്മളുടെ ഓൾറെഡി നിങ്ങൾ എന്ത് കണ്ടു? പെർമിറ്റേഷനൊക്കെ കണ്ടുവരികയാണെങ്കിൽ ഇതിൻ്റെ എണ്ണം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ പ്ലേയിങ് കാർഡ്സിൽ ടോട്ടൽ 52 കാർഡ്സാണുള്ളത്. ഈ 52 കാർഡ്സിൽ എത്ര കാർഡ്സ് ഉണ്ട്? 2 കളറുകളാണുള്ളത്. ഒന്ന് ബ്ലാക്ക്, മറ്റൊന്ന് റെഡ്. ബ്ലാക്കിൽ ഏതൊക്കെയാണ് വരുന്നത്? സ്പെയ്ഡ് ഉണ്ട്, ക്ലബ് ഉണ്ട്. റെഡിൽ ഏതൊക്കെയാണ് വരുന്നത്? ഡയമണ്ടും ഉണ്ട്, ഹാർട്ടും ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ബ്ലാക്കിൽ 2 പേരുണ്ട്, ക്ലബ്ബിൽ 2 പേരുണ്ട്. ഇവരെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഓരോരോ എന്ത് വിളിക്കും? ഇങ്ങനെ 4 എണ്ണമായിട്ട് 4 സെറ്റായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓരോ സെറ്റിലും എത്ര വീതമുണ്ട്? 13 എണ്ണം വീതമുണ്ട്. എത്ര എണ്ണം വീതം ഉണ്ടോ? 13 പേര് വീതമുണ്ട്. അപ്പോൾ സ്പേഡിൽ എത്ര പേരുണ്ട്? 13 ഉണ്ട്. ക്ലബ്ബിൽ എത്ര പേരുണ്ട്? 13 ഉണ്ട്. ഡയമണ്ടിൽ 13, ഹാർട്ടിൽ 13. ഓരോരോ സ്യൂട്ടുകൾ എന്നാണ് നമ്മൾ പേര് വിളിക്കുക. ഓരോരോ സ്യൂട്ട് എന്നുള്ള പേരിലാണ് നമ്മളിവിടെ അറിയപ്പെടുക. അപ്പോൾ എത്ര സ്യൂട്ട് ഉണ്ട്? 4 സ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഓരോ സ്യൂട്ടിലും ഒരു കിങ് ഉണ്ടാവും, ഒരു ക്യൂൻ ഉണ്ടാവും, ഒരു ജാക്ക് ഉണ്ടാവും. അതേപോലെ ഒരു ഐസും ഉണ്ടാവും. പിന്നെയോ ബാക്കി 9 നമ്പർ കാർഡ്സ് ഉണ്ടാവും. ടോട്ടൽ 13 അല്ലേ വരേണ്ടത്. 9 നമ്പർ കാർഡ്സ് ഉണ്ടാവും. ഏതൊക്കെയാണ് നമ്പർ? 2 to 10, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ നമ്പറുള്ള നമ്പർ കാർഡ്സ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇതിൽ ഈ കാണുന്ന കിങ്, ക്യൂന്, ജാക്ക് ഈ 3 പേരെയാണ് നമ്മൾ എന്ത് പേര് അറിയപ്പെടുന്നത്? ഫേസ് കാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫേസ് കാർഡ്. അപ്പോൾ ടോട്ടൽ എത്ര ഫേസ് കാർഡ് ഉണ്ടാ? ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം. ടോട്ടൽ 12 ഫേസ് കാർഡ്സ് ഉണ്ടാവും. നമ്പർ കാർഡ്സ് ഇതിൽ ഒറ്റൊന്ന് 9 ആണുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 4, 36 നമ്പർ കാർഡ്സ് ഉണ്ടാവും. എയ്സ് എത്ര ഉണ്ട്? 4 എയ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 40 കാർഡായി. 12 ഫേസ് കാർഡും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 52 കാർഡായി. ക്ലിയർ ആണല്ലോ. എയ്സ് എത്രയാണ്? 4 എണ്ണം. കിങ് എത്രയാണ്? 4 എണ്ണം. ക്യൂന് എത്രയാണ്? 4 എണ്ണം. ഫേസ് കാർഡ് 12 എണ്ണം. റെഡ് 26, ബ്ലാക്ക് 26. റെഡി ആണല്ലോ. സോ നമുക്ക് നേരെ എന്തിലേക്ക് പോവാം? ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും തന്നിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെയാണ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? എ യൂണിയൻ ബി കാണണം, എ ഡാഷ് യൂണിയൻ ബി ഡാഷ് കാണണം, അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷും കാണണം. ഇത്രയും ആളുകളെയാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. കുറച്ചൊന്ന് മുകളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. നോക്കിയടാ,
പ്രോബബിലിറ്റി ഓഫ് എയും ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എ യൂണിയൻ ബി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എ യൂണിയൻ ബി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. നമ്മൾ നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു വാല്യൂസ് 0.54 പ്ലസ് 0.69 മൈനസ് 0.39. കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുക, തെറ്റിക്കാൻ നിൽക്കരുത്. പിന്നെ ഏറ്റവും നല്ല കാൽക്കുലേറ്റർ ഇട്ടിട്ട് ആൻസർ കറക്റ്റ് നോക്കിയതിന് ശേഷം എഴുതി കൊടുക്കുക. റെഡിയാണല്ലോ. അടുത്തതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. നമ്മൾ തൊട്ട് മുൻപ് നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എ ഡാഷ് യൂണിയൻ ബി ഡാഷിന് പകരം നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? ഈ യൂണിയൻ മാറ്റിയിട്ട് നേരെ ഇൻ്റർസെക്ഷൻ ആക്കുക. എന്നിട്ട് ഈ ഡാഷ് രണ്ടെണ്ണത്തിനുള്ളത് പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇയാളെ നമ്മൾ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിമോർഗൻസ് ലോ. സോ ഓർമ്മയില്ലേ അവിടെ പഠിച്ചത്? സോ ഈ സാധനം നമ്മൾ നേരെ മാറ്റി എഴുതി കൊടുത്തു. അപ്പോൾ ഇത് ഡയറക്റ്റ് കാണാൻ നമ്മളുടെ കയ്യിൽ മാർഗ്ഗമില്ല. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാളാണെന്നുള്ള മനസ്സിലേക്ക് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എഴുതി കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. തൊട്ട് മുമ്പ് എഴുതിയിട്ടുള്ള സാധനങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചിരിക്കണം. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എങ്ങനെ ഓൾ ഡാഷ് വന്നാലും 1 മൈനസ് ആ സാധനം എഴുതി കൊടുത്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ ഇൻ്റർസെക്ഷൻ ബി നമുക്കറിയാം എത്രയാണ്? 0.35 ആണ്. അപ്പോൾ 1 നിന്ന് 0.35 കുറച്ചു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 0.65 എന്ന ആൻസർ കിട്ടി. അടുത്ത് ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്. മക്കളെ നമ്മളിവിടെ കുറച്ച് റിസൾട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ നിങ്ങൾ എഴുതി വെച്ചോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഇവിടേക്കൊന്ന് എഴുതി വെച്ചോണ്ടു. കാരണം ആ ചോദ്യം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കണ്ടുപിടിക്കൽ എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് എയിൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കുറച്ച് കളഞ്ഞാൽ മതി. ഇനി അതെങ്ങനെ ഏതെന്നൊന്നും ഇനിയിപ്പോൾ ഒന്ന് ആലോചിച്ചുകൊണ്ട് സമയം കളയാനുള്ള നേരം നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇക്വേഷനാണ് കാണാതെ പഠിച്ചു. ഇനി എക്ക് പകരം ബിയോ സിയോ എന്ത് വന്നാലും കുഴപ്പമില്ല. ഇവിടെയാണ് ഡാഷ് വരിക. അപ്പോൾ പ്രോബബിലിറ്റി ഡാഷ് ഇല്ലാത്ത ആളിൽ നിന്നും എന്ത് ഓർക്കുക? ഈ സാധനമാണ് കുറച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് തിരിയണം എന്നുള്ളത് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോ. ഇതാണ് നമ്മളുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇയാളാണ് എ, ഇയാളാണ് ബി. ഇതാരാണ്? എ. ഇയാളാരാണ്? ബി. ഇനി എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. എ എന്ന് പറഞ്ഞാൽ ആരാ? ഇയാളാണല്ലോ എ എന്ന് പറയണത്. ഈ കാണുന്ന ആൾ മൊത്തത്തിൽ എ ആണ്. എന്നിട്ട് എയിലുള്ളതും അതുപോലെ ബി ഡാഷിലുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? ഈ ഏരിയയിലുള്ളതാണ് ബി ഡാഷിലുള്ളതെന്ന് പറഞ്ഞാൽ. ഈ ഏരിയയിലുള്ളതാണ് ബി ഡാഷിലുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏത് ഭാഗം ഒഴിവാകും? അവിടെ ഈ കാണുന്ന ഏരിയ അവിടെ ഒഴിവായി. ഈ ഭാഗം നമ്മൾ എടുക്കുന്നുണ്ടോ? ഇല്ല. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വിളിക്കുന്നത്. അതായത് എ എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ ആണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഏരിയ മൊത്തത്തിൽ എ ആണ്. അതിൽ ഈ ഭാഗം എടുക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ എയിലും ബി ഡാഷിലും കോമൺ ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എയിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബി ആണ് ഒഴിവാക്കിയാൽ മതി. അതാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു, ആൻസർ കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? നേരെ കാൽക്കുലേറ്ററിൽ ഇട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 3 coins are tossed once. Find the probability of getting 3 heads, at least 2 heads, exactly 2 heads. ഈ അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റും ഒക്കെ നല്ല വൃത്തിക്ക് മനസ്സിലാക്കി വെച്ചെങ്കിലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? സാമ്പിൾ സ്പേസ് കണ്ടുപിടിച്ചു. സോ സാമ്പിൾ സ്പേസ് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പിൾ സ്പേസ്. മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 കോയിനാണ് ടോസ് ചെയ്തത്. അപ്പോൾ എത്ര ഔട്ട്കം ആണ് ഉണ്ടായിരിക്കുക? ഔട്ട്കം എത്ര ഉണ്ടാവും? എത്ര സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? അവിടെ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഈ സാധനത്തിനെയാണ് നമ്മൾ ഔട്ട്കം എന്ന് വിളിക്കുക. ഓരോരുത്തരെയും വിളിക്കുന്ന പേരാണ് ഔട്ട്കം. അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ട്കം. തിയറി ഒന്നും ഞാൻ കൂടുതൽ പറയാൻ നിന്നിട്ടില്ല. കാരണം എന്താണ് ഔട്ട്കം, എന്താണ് സാമ്പിൾ സ്പേസ്, എന്താണ് ഇവൻ്റ് എന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ നിൽക്കില്ല. സോ നമ്മൾ നേരെ ഔട്ട്കംസ് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. എത്ര ഉണ്ടായിരിക്കും? 2⁻3 ആയിരിക്കും ഔട്ട്കംസ് ഉണ്ടായിരിക്കും. അപ്പോൾ 8 ഔട്ട്കം ഉണ്ടല്ലോ ഇവിടെ ഉണ്ട്. ഇനി ഒന്നാമത്തെ ചോദ്യം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഹെഡ്സ്. ഇതിൽ 3 എണ്ണം ഹെഡായിട്ടുള്ള ആര് മാത്രമേ ഉള്ളൂ? ഇയാൾ മാത്രമേ ഉള്ളൂ. എത്ര എണ്ണം ഉള്ളത്? 1. ടോട്ടൽ എത്ര ഔട്ട്കം ഉണ്ടടാ? 8 എണ്ണം. അതാണ് നമ്മൾ പ്രോബബിലിറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചത്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. ഇതിൽ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കം. ടോട്ടൽ ഔട്ട്കം എത്ര ഉള്ളത്? 8 എണ്ണം. അങ്ങനെയാണ് 1/8 നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ശരി. അടുത്തത് എന്താടാ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. എന്താ പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. മിനിമം 2 ഹെഡ്സ് കിട്ടണമെന്ന്. മിനിമം 2 ഹെഡ്സ് കിട്ടണം. അപ്പം 1 ഹെഡ്സ് കിട്ടിയാൽ പറ്റുമോ? പറ്റൂല. മിനിമം എത്ര കിട്ടണം? 2 എണ്ണം കിട്ടണം. 3 എണ്ണം കിട്ടിയാൽ പറ്റുമോ? പറ്റും. റെഡിയാണല്ലോ? മിനിമം 2 എണ്ണം എന്നാണ് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് 2 എണ്ണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ പറ്റും? ഇയാളെ പറ്റൂല? പറ്റും. ഇതിൽ 2 ഹെഡ്സ് ഉണ്ടോ? ഉണ്ട്. ഇതിൽ 2 എണ്ണം ഉണ്ടോ? ഉണ്ട്. ഇതിൽ 2 എണ്ണം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇയാളെ പറ്റൂല. ഇയാളെ പറ്റുമോ? ഇയാളെയും പറ്റും. ഇനി പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എത്ര നമുക്ക് പറ്റുന്നുള്ളത്? 1, 2, 3, 4 പേരെയാണ് നമുക്ക് പറ്റുന്നുള്ളത്. സോ 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം 8 ആണ്. വെട്ടി ചെറുതാക്കി 1/2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുത്തു. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത എന്താ പറഞ്ഞത്? എക്സാക്ട്ലി 2 ഹെഡ്സ്. അറ്റ്ലീസ്റ്റ് അല്ല, എക്സാക്ട്ലി. എത്ര ആയിട്ടുള്ളൂ? 2 എണ്ണം തികച്ചും പറ്റുള്ളൂ. അപ്പോൾ 3 എണ്ണം പറ്റുമോ? പറ്റൂല. ഇയാളെ പറ്റുമോ? പറ്റും. ഇയാളെ പറ്റുമോ? പറ്റും. ഇയാളെ പറ്റുമോ? പറ്റും. ഇനി ആരെങ്കിലും പറ്റുന്നുണ്ടോ? ഇല്ല. 2 എണ്ണം തയ്ച്ച് കറക്റ്റ് വരുന്നത് ഇല്ല. അപ്പോൾ എത്ര എണ്ണം ഉള്ളത് നമുക്ക്? 3 എണ്ണം ഉള്ളത്. സോ ആൻസർ എന്ത് വരും? 3/8. സിമ്പിൾ അല്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് എന്ന്.
അതായത് മാക്സിമം എത്രണ്ണേ പറ്റുള്ളൂ, 2 പറ്റുള്ളൂ. അപ്പോൾ 3 ഉള്ളത് പറ്റുമോ, പറ്റൂല. 1 പറ്റുമോ, പറ്റും. 2 പറ്റുമോ, പറ്റും. 3 പറ്റുമോ, പറ്റൂല. റെഡിയാണല്ലോ. സോ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റിൽ എന്താ പറഞ്ഞത്, എ ഡൈ ഈസ് റോൾഡ്, ലെറ്റ് ഇ ബി ദി ഇവൻറ്റ് ഡൈ ഷോസ് ഫോർ. അപ്പോൾ ഈ എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൻ്റ് ഉണ്ട്. ആ ഇവൻറ്റിൽ എന്താണ്, ഒരു ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് ആൻസർ എന്ത് കാണിക്കണം, 4 എന്ന് കാണിക്കണം. അപ്പോൾ അതിൽ എത്ര ഔട്ട്കം ഉണ്ടാവുക, 4 എത്ര പ്രാവശ്യം കാണിക്കുക, 2 പ്രാവശ്യം കാണിക്കുമോ, 4 എന്ന് കാണിക്കുന്നത് ഒറ്റ പ്രാവശ്യം, 4 മാത്രമല്ലേ കാണിക്കുള്ളൂ. അപ്പോൾ ഈ എന്ന് പറയുന്ന ഇവൻറ്റ് നമ്മൾ എന്ത് എഴുതി കൊടുത്തു, 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുത്തു. അടുത്തെന്താ പറഞ്ഞത്, ആൻഡ് എഫ് ബി ദി ഇവൻറ്റ് ഡൈ ഷോസ് ആൻ ഈവൻ നമ്പർ. നമ്മൾ ഡൈ ഇങ്ങനെ ഉരുട്ടി വിട്ട സമയത്ത് നമുക്ക് എന്ത് കാണിച്ചു തന്നു, ഈവൻ നമ്പർ കാണിച്ചു തന്നു. ഏതൊക്കെ കാണിക്കാം, 2 വരാം, 4 വരാം, 6 വരാം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 2, 4, 6 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. ഓക്കെ ആണല്ലോ. എന്താ ചോദിച്ചത്, ആർ ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു, എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം, 5 കിട്ടണം. കിട്ടുന്നുണ്ടോ നോക്കുക. എ ഇൻ്റർസെക്ഷൻ ബി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇഫ് 2 ഇവൻറ്റ്സ് ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദെൻ ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 5 ആയിരിക്കണം. ഇവിടെ ഈ ഇൻ്റർസെക്ഷൻ എഫ് നമ്മൾ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ ഒരാളെ നമുക്ക് കിട്ടാനുണ്ട്. ആരെ കിട്ടി, 4നെ കിട്ടി. കിട്ടാൻ പാടുണ്ടോ, പാടില്ല. കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് എഴുതി കൊടുക്കാം, ഇ ആൻഡ് എഫ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് എഴുതി കൊടുക്കാം. ക്ലിയർ അല്ലേ? യെസ്. വല്ലതും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നും എഴുതി കൊടുക്കാമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 ഡൈസ് ആർ ത്രോൺ, ഫൈൻഡ് ഔട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, 2 ഡൈസ് ആണ് റോൾ ചെയ്തിട്ടുള്ളത്. ഒരു ഡൈ റോൾ ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ഔട്ട്കം എന്താണ്, 6/1 ആണ്. 2 റോൾ ചെയ്യുകയാണെങ്കിലോ 6/2 ആണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഔട്ട്കം എത്രയായിരിക്കും, 36 ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് അതല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും, 6/2, അതായത് 36 ആയിരിക്കും. അപ്പോൾ ഡിവൈഡഡ് ബൈ താഴേക്ക് എന്താ വരാനുള്ളത്, 36 ആണ് വരാനുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത വിഷയം എന്താണ് ഡബ്ലറ്റ് എന്നുള്ള. ഡബ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്, 1 1 1 2 1 3 1 4 1 5 1 6. പിന്നെയോ 2 1 2 2 2 3 2 4 2 5 2 6. പിന്നെയോ 3 1 3 2 3 3 3 4 3 5 3 6. പിന്നെയോ 4 1 4 2 4 3 4 4 4 5 4 6 4 6 വരെ ഉണ്ടാവും. പിന്നെ 5ൻ്റെ ഉണ്ടാവും, 6ൻ്റെ ഉണ്ടാവും. ഈ കിട്ടുന്നതിൽ 2 നമ്പറും സെയിം ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഡബ്ലറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഏതൊക്കെയായിരിക്കും ഔട്ട്കംസ് വരിക, 1 1 2 2 3 3 4 4 5 5 6 6. അങ്ങനെ എത്ര ഡബ്ലറ്റ് ഉണ്ട്, 1 2 3 4 5 6 ഡബ്ലറ്റ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡബ്ലറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എത്രയായിരിക്കും വരിക, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ് അല്ലെങ്കിൽ പി ഓഫ് ഡബ്ലറ്റ് എന്ന് എഴുതി കൊടുത്താലും മതി. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം മുകളിൽ നമ്മൾ പരാമർശിച്ച് പോരുന്നുള്ളതുകൊണ്ട്. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 6 ഡിവൈഡഡ് ബൈ 36 എന്ന് കിട്ടും. വെട്ടി ചെറുതാക്കിയാൽ 1/6 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ ആണല്ലോ. സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, സം ഓഫ് നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഈസ് 6. ഡൈസിലുള്ള നമ്പേഴ്സിൻ്റെ സം എന്തായിരിക്കണം, 6 ആയിരിക്കണം, 6 ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഔട്ട്കം ഉണ്ടല്ലോ 1 1 1 2 1 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഔട്ട്കമുകൾ. അതായത് ആ 1 1 കൂട്ടിയാൽ നമുക്ക് 6 കിട്ടുന്നുണ്ടോ, ഇല്ല. അപ്പോൾ 6 കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ നമ്പർ 1 എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കണം, 5 ആയിരിക്കണം. അടുത്ത് 2 4 പറ്റൂലേ, നെക്സ്റ്റ് 3 4, നെക്സ്റ്റ് 2 4 അല്ല സോറി, ഇവിടെ എന്തായിരിക്കും വരിക, 4 2 ആയിരിക്കും വരിക. എന്താ വരിക, 4 2. അതുപോലെ 5 1 നേരെ തിരിച്ചു കണ്ട് കിടക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ എഴുതിയതാണല്ലോ. ഇവിടെ എന്ത് വരും, 5 1 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എത്ര ഔട്ട്കം ഉള്ളത്, 1 5 കൂട്ടിയാൽ 6 ആണ്, 2 4 കൂട്ടിയാൽ 6 ആണ്, 3 3 കൂട്ടിയാൽ 6 ആണ്, 4 2 കൂട്ടിയാൽ 6 ആണ്, 5 1 കൂട്ടിയാലും 6 ആണ്. എത്ര ഔട്ട്കം ആണുള്ളത്, 5 ഔട്ട്കം ആണ് നമുക്കുള്ളത്. സോ നമ്പർ ഓഫ് ഔട്ട്കംസ് 5 ആയതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി എന്ത് വരും, 5 ഡിവൈഡഡ് ബൈ 36 വരും. വെട്ടി ചെറുതാക്കാൻ പറ്റുമോ, പറ്റത്തില്ല, ചെയ്യേണ്ട, അവിടെ കിടന്നോട്ടെ. അടുത്തത് സം ഓഫ് നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഡൈസിലെ നമ്പേഴ്സിൻ്റെ സം എടുത്താൽ, അതായത് 1 1 നമുക്ക് 2 അല്ലേ കിട്ടുന്നത്, പറ്റും. 1 2 3 ആണ് കിട്ടുന്നത്, പറ്റും. 1 4 പറ്റുമോ, പറ്റൂല. അല്ലെങ്കിൽ 1 3 പറ്റും, കാരണം സമ്മ് 4 ആണ് കിട്ടുന്നത്. 1 4 പറ്റുമോ, പറ്റത്തില്ല, കാരണം സമ്മ് 5ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതി വെക്കുകയാണ്. 1 1 1 2 2 1 2 2 1 3 3 1. 4 വെച്ചിട്ടുള്ളത് പറ്റുമോ, പറ്റത്തില്ല. അപ്പോൾ ഇത്രയും ഔട്ട്കംസ് ആണ് അതിൽ പറ്റുന്നതുള്ളത്. നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്തായിരിക്കും വരിക, 6 ഡിവൈഡഡ് ബൈ 36 ആയിരിക്കും. അത് എത്രയാടാ, 1/6. ഓക്കെ ആണല്ലോ. സോ നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, 1 കാർഡ് ഈസ് ഡ്രോൺ ഫ്രം വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് 52 കാർഡ്സ് ഇഫ് ഈച്ച് ഔട്ട്കംസ് ഈസ് ഈക്വലി ലൈക്ക്ലി. ഇങ്ങനെ ഒരു ടേം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കണ്ടിട്ട് നിങ്ങൾ അന്തം വിടേണ്ട ആവശ്യമൊന്നുമില്ല, അതവിടെ കിടന്നോട്ടെ, നോക്കേണ്ട ആവശ്യമില്ല. സോ ഈക്വലി ലൈക്ക്ലി എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലെയാണ്. അതായത് നമ്മൾ എന്താ പറയുക, ഫോർജ്ഡ് അല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് വിൽ ബി. ആ കാർഡ് ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ അടുത്ത് എത്ര കാർഡാണ് ഉള്ളത്, 52 കാർഡ് ഉണ്ട് ഇല്ലേ. അപ്പോൾ ടോട്ടൽ ഔട്ട്കം, നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഏതെങ്കിലും ടോട്ടൽ 52 ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എത്രത്തിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നതാ, എത്രത്തിന് എടുക്കാൻ പോകുന്നത്, ആരെ എടുക്കാൻ പോകുന്നത്, ഡയമണ്ടിനാണ് എടുക്കാൻ പോകുന്നത്. എത്ര ഡയമണ്ട് കാർഡാണ് നമ്മുടെ കയ്യിലുള്ളത്, ഡയമണ്ട് 13 ആണുള്ളത്. സോ ആൻസർ എന്ത് വരും, 13 ഡിവൈഡഡ് ബൈ 52 എന്ന് വരും.
പരിപാടി മനസ്സിലായിട്ടുണ്ടോ? എത്ര കാർഡാണ് എടുക്കുന്നത്? ഒരൊറ്റ കാർഡേ എടുക്കണുള്ളൂ. നമ്മുടെ കയ്യിൽ എത്ര കാർഡ് ഉണ്ട്? 52 കാർഡ് ഉണ്ട്. 52 കാർഡിൽ നിന്ന് ഡയമണ്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഡയമണ്ട് എത്ര ഉള്ളത്? 13 അപ്പോൾ 13 മുകളിൽ എഴുതി കൊടുത്തു. ഓക്കെ അല്ലേ? നമ്മൾ ഒരു പെട്ടിയിൽ 5 പച്ച ബോളും 5 കറുപ്പ് ബോളും ഉണ്ടെങ്കിൽ കറുപ്പ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? കറുപ്പിൻ്റെ എണ്ണം മുകളിൽ എഴുതി കൊടുക്കും, ടോട്ടൽ താഴെ എഴുതി കൊടുക്കും. അതേ പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്ത് കൊടുത്ത്. കാർഡിൻ്റെ എണ്ണമാണ് പകരം കൊടുത്തതെന്ന് മാത്രം. അടുത്ത ചോദ്യം എന്താ പറഞ്ഞത്? നോട്ട് ആൻഡ് എയ്സ് എന്നാണ് പറഞ്ഞത്. എയ്സ് എത്ര ഉള്ളത്? 4 അപ്പോൾ എയ്സ് അല്ലാത്തത് എത്ര ഉണ്ടാവും? 48 ഉണ്ടാവും. സോ 48 ഡിവൈഡഡ് ബൈ 52 എന്നുണ്ടാവും. വെട്ടി ചെറുതാക്കിയാൽ 12 ഡിവൈഡഡ് ബൈ 13 കിട്ടും. നെക്സ്റ്റ് എന്താ പറയുന്നത്? നോട്ട് എ ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് കാർഡ് എത്ര ഉണ്ട്? യെസ്, 26 കാർഡ്സ് ഉണ്ട്. സോ 26 കാർഡ്സ് ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് അല്ലാത്തത് എത്ര ഉണ്ട്? ബ്ലാക്ക് അല്ലാത്ത പറഞ്ഞാൽ റെഡ് എത്ര ഉണ്ട്? 26 ഉണ്ട്. സോ 26 ഡിവൈഡഡ് ബൈ 52 എന്ന് വരും. 26 ഡിവൈഡഡ് ബൈ 52 വെട്ടി ചെറുതാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 3 കാർഡ്സ് ആർ ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് 52 കാർഡ്സ്. നേരത്തെ ഒറ്റ കാർഡ് എടുത്തത്, ആലോചിക്കാനില്ല. ഇവിടെ എത്ര കാർഡ് എടുക്കുന്നത്? 3 കാർഡ് എടുക്കുന്നത്. ആ 3 കാർഡ് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഞാനൊരു കാർഡ് എടുത്തു. ഓക്കെ, ആ കാർഡ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കാർഡ് ഞാൻ എടുക്കുമ്പോൾ തന്നെ അവിടെ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇല്ലേടാ? ഇല്ലേ? ഞാൻ ഇപ്പോൾ ഇവിടെ നോക്കിയേ, അറ്റ്ലീസ്റ്റ് 3 കാർഡ്സ് ആർ ഡയമണ്ട്. ഡയമണ്ട് കാർഡ് എത്ര ഉണ്ട്? 13 കാർഡ് ഉണ്ട്. ആ 13 ഏതേലും 3 എടുത്താൽ പോരെ? എനിക്ക് ഏതൊക്കെ എടുക്കാം? ഒരു ഡയമണ്ടിലുള്ള കിങ്ങിനെ എടുക്കാം, ഡയമണ്ട് ക്യൂവിനെ എടുക്കാം, ഡയമണ്ട് ജാക്കിനെ എടുക്കാം. ഇതിന് പകരം 1, 2, 4, 6 എന്ന് പറഞ്ഞ നമ്പറുള്ള കാർഡിന് എടുത്തൂടെ? അപ്പോൾ അങ്ങനെ ഒരു സെലക്ഷൻ പരിപാടി അവിടെ നടക്കണമുണ്ട്. നമ്മൾ ജസ്റ്റ് പ്രോബബിലിറ്റി മാത്രം ഇവിടെ നോക്കിയാൽ പോരാ, നമ്മൾ എന്തും കൂടെ നോക്കണം. പെർമ്യൂട്ടേഷൻ അല്ലാത്ത കോമ്പിനേഷനും കൂടെ ഇവിടെ കൊണ്ടുവരണം. സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉള്ളതുകൊണ്ട്. എത്ര പേരെ എടുക്കുന്നത്? 3 കാർഡ്സിനെയാണ് എടുക്കുന്നത്. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേ വേണ്ട, അത് സിമ്പിളായിട്ട് പഠിക്കാനുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, 3 കാർഡ്സാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. എത്ര കാർഡ്സ് നമ്മുടെ കയ്യിലുള്ളത്? 52 കാർഡ്സ്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ആൾ കാർഡ്സ് ആർ ഡയമണ്ട്. 3 കാർഡാണ് എടുക്കേണ്ടത്. എടുക്കേണ്ട 3 എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്? ഡയമണ്ട് ആവണം എന്നാണ് പറഞ്ഞത്. മക്കളെ, നമുക്ക് ഇവിടെ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ പോസിബിൾ ഔട്ട്കം ആണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ പോസിബിൾ ഔട്ട്കം. നമ്മുടെ കയ്യിൽ എത്ര കാർഡാണ് ഉള്ളത്? 52 കാർഡ്. ആ 52 കാർഡിൽ നിന്ന് നമുക്ക് എത്ര എടുക്കേണ്ടത്? 3. സോ 52 കാർഡിൽ നിന്ന് 3 എടുക്കുക എന്നുള്ളതിന് എഴുതി വെച്ചതാണ് 52C3. സിമ്പിൾ അല്ലേ പരിപാടി? അപ്പോൾ നമ്മുടെ കയ്യിൽ 40 കാർഡ് ഉണ്ട്, അതിന് 5 എടുക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്പർ ഓഫ് ഫേസ് ഓഫ് സെലക്ഷൻ എങ്ങനെയായിരിക്കും വരിക? 40C. എത്ര കാർഡ് എടുക്കണം എന്നാണ് പറഞ്ഞത്? 5 കാർഡ് എടുക്കണം എന്നാണോ? സോ 40C5. 6 കാർഡ് എടുക്കണം എന്ന് പറഞ്ഞാലോ? 40C6. 7 കാർഡ് എടുക്കണം എന്ന് പറഞ്ഞാൽ 40C7. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ 52 കാർഡിൽ നിന്ന് 3 എടുക്കണം എന്ന് പറഞ്ഞാൽ 52C3. എങ്ങനെയാണ് അതിൻ്റെ ആൻസർ കിട്ടുക? കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. ഇനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രോബബിലിറ്റി ഓഫ് ഓൾ ഡയമണ്ട്. എല്ലാം ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഡയമണ്ട് എത്ര നമ്മളെ കയ്യിലുള്ളത്? 13. ആ 13 നിന്ന് എത്ര നമ്മൾ എടുക്കുന്നത്? 3 എടുക്കുന്നത്. സോ 13C3 എന്ന് എഴുതി കൊടുത്തു. ഡിവൈഡഡ് ബൈ ടോട്ടൽ എഴുതി കൊടുത്തു 52C3. സെറ്റല്ലേ? ഡയമണ്ട് 13 നിന്ന് 3 എടുത്തു. പിന്നെ ടോട്ടൽ 52 ആണുള്ളത്. 52 നിന്ന് 3 എടുത്തു. താഴെ എഴുതി കൊടുക്കാൻ. നമ്മളിതിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു, വെട്ടി ചെറുതാക്കിയിട്ട് ആൻസർ എഴുതി കൊടുത്തു. ഇത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറ്റ്ലീസ്റ്റ് 1 കാർഡ് ഈസ് നോൺ ഡയമണ്ട്. ഒരു കാർഡെങ്കിലും എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്? നോൺ ഡയമണ്ട് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. എടാ മക്കളെ, ഒരു കാർഡെങ്കിലും നോൺ ഡയമണ്ട് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ശരിക്കും കേട്ടോട്ടോ ഞാൻ പറയുന്ന കാര്യം, ഒരു കാർഡെങ്കിലും നോൺ ഡയമണ്ട് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എല്ലാം ഡയമണ്ട് ഉള്ളത് വരരുത് എന്നല്ല അതിനർത്ഥം. മനസ്സിലായോ? ഒരു കാർഡെങ്കിലും നോൺ ഡയമണ്ട് അല്ല, അതായത് ഡയമണ്ട് അല്ലാത്ത ഒരു കാർഡെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 3 കാർഡിൽ ഒരാൾ ഡയമണ്ട് അല്ലാത്ത വേണം, അല്ലെങ്കിലോ 2 ആളും ഡയമണ്ട് അല്ലാത്ത വേണം, അല്ലെങ്കിലോ 3 ആളും ഡയമണ്ട് അല്ലാത്തതാവണം. അതിനർത്ഥം ഈ 3 പേരും കൂടി എന്താവരുത്? ഡയമണ്ട് ആവരുത് എന്നല്ല അതിനർത്ഥം അല്ലേ? ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? 1 ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി പറയുന്നത് എന്താണ്? 1 ആണ്. ആ 1 നമ്മൾ എന്ത് കുറച്ച് കൊടുത്താൽ മതി? എല്ലാം ഡയമണ്ട് ആവണമാണ് കുറച്ച് കൊടുത്താൽ മതി. പോരെ? തിരിഞ്ഞോ? ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്തേ പറ്റാത്തതുള്ളൂ? എല്ലാം ഡയമണ്ട് ആവണതേ പറ്റാത്തുള്ളൂ. അതാണ് കുറച്ച് കൊടുത്തു. അത് നമ്മൾ ഓൾറെഡി മുകളിൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നമുക്ക് ആൻസർ കിട്ടി. 839 ഡിവൈഡഡ് ബൈ 815. സിമ്പിൾ അല്ലേ പരിപാടി? അല്ലേ? ഒന്ന് ആലോചിക്കണം, പക്ഷേ കൂടുതൽ ആലോചിക്കാൻ നിൽക്കരുത്. റെഡിയാണല്ലോ? അടുത്ത ചോദ്യം. 1 കാർഡ് ഈസ് കിങ്, 2 ആർ ജാക്ക്. ഒരു കിങ് കൊടുക്കണം, 2 ജാക്ക് കൊടുക്കണം. ക്ലിയർ അല്ലേ? ഒരു കിങ്. എത്ര കിങ്ങാണ് നമ്മളുടെ കയ്യിലുള്ളത്? 4 കിങ് അല്ലേ നമ്മളെ കയ്യിലുള്ളത്? നമ്മളെ കയ്യിൽ എത്ര കിങ്ങാണുള്ളത്? 4 കിങ്ങാണുള്ളത്. ആ 4 എണ്ണത്തിൽ നിന്ന് എത്രത്തിന് എടുക്കാൻ പാടുള്ളൂ? 1 എടുക്കണം. പിന്നെ എന്ത് എടുക്കണം എന്നാണ് പറഞ്ഞത് നമ്മളോട്?
1 കാർഡ് ഈസ് കിങ് 2 ആർ ജാക്ക്. എത്ര ജാക്ക് എടുക്കണം എന്നാണ് പറഞ്ഞത്? 2 ജാക്ക് കൊടുക്കണം. ജാക്ക് എത്ര കയ്യിലുള്ളത്? 4 ജാക്കാണുള്ളത്. ആ 4 എത്ര എടുക്കണം? 2 എടുക്കണം. നമ്മളൊരു തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ നടുവിൽ പ്ലസ് ആണോ ഇൻറ്റു ആണോ ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതിന്. നമുക്ക് ടോട്ടൽ എത്ര കാർഡാണ് വേണ്ടത്? 3 കാർഡ്. ആ 3 ഇവിടെ ആയിട്ടുണ്ടോ? ആ 3 ഇവിടെ ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ 3 അവിടെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 3 ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ 3 ആയിട്ടില്ലല്ലോ, ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നടുവിൽ ഇൻറ്റു ഇട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മളിവിടെ എഴുതി വെച്ചത്. 4C1 × 4C2 ഡിവൈഡഡ് ബൈ താഴെ നമ്മളുടെ ടോട്ടൽ ഔട്ട്കം എഴുതി കൊടുക്കുക 52C3. നമ്മൾ നേരെ വെട്ടിച്ചെറുതാക്കി ആൻസർ ആക്കിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണല്ലോ പരിപാടി. ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കണ്ടിട്ട് റെഡിയാക്കിയിട്ട് പോണേടാ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, എ കമ്മിറ്റി ഓഫ് 2 പേഴ്സൺ ഈസ് സെലക്ടഡ് ഫ്രം 3 men ആൻഡ് 2 women. എത്ര മെൻ ഉണ്ട്? 3 men ഉണ്ട്, അതേപോലെ 2 women ഉണ്ട്. അങ്ങനെയല്ലേ പറഞ്ഞത്? യെസ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി വിൽ ഹാവ്? ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ പ്രോബബിലിറ്റി കാണുക. ടോട്ടൽ ഔട്ട്കംസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ എലമെൻറ്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് കണ്ടുപിടിക്കലാണ്. നമ്മളെ കയ്യിൽ ആകെ എത്ര ആളുള്ളത്? 5 ആൾ. അതിന് എത്ര ആളെ കമ്മിറ്റിയാണ് ഉണ്ടാക്കേണ്ടത്? 2 പേരുടെ കമ്മിറ്റിയാണ് ഉണ്ടാക്കേണ്ടത്. സോ 5C2. 5 എണ്ണത്തിൽ നിന്ന് 2 ആളെടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ താഴെ എഴുതി കൊടുക്കാനുള്ള ആളായി 10 ആണ് ആൾ. ഇനി ഒന്നാമത്തെ ചോദ്യം, നോ മാൻ, ഒരേ ആണും പാടില്ല. അപ്പോൾ എന്തായിരിക്കണം? എല്ലാം പെണ്ണുങ്ങളായിരിക്കണം, എല്ലാം വുമൺ ആയിരിക്കണം. എല്ലാം വുമൺ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആകെ കൂടെ നമ്മളെ കയ്യിൽ എത്ര വുമണാണുള്ളത്? 2 വുമൺ. അതിന് എത്ര വുമൺ എടുക്കണം? 2 വുമണിനെ എടുക്കണം. അപ്പോൾ 2C2 ഡിവൈഡഡ് ബൈ 5C2. റെഡി ആണല്ലോ. 2C2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1/10 ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 1 man. ഒരാളാണ് എടുത്താൽ രണ്ടാമത്തെ ആൾ എന്ത് എടുക്കേണ്ടി വരും? വുമൺ എടുക്കേണ്ടി വരും. ആണ് മാൻ എത്ര ഉള്ളത്? 3 ഉള്ളത്. സോ 3 എത്ര എടുക്കണം? 1 എടുക്കണം. 3C1. ഇനി എത്ര വുമണാണുള്ളത്? 2 വുമണാണുള്ളത്. അപ്പോൾ 2 എത്ര എടുക്കണം? 1 എടുക്കണം. 2C1. ഇനി നമ്മളുടെ മറ്റേ തിയറി, എത്ര ആളാണ് വേണ്ടിയിരുന്നത്? 2 ആളാണ് വേണ്ടത്. ഇവിടെ 2 ആളായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നടുവിൽ എന്തിട്ട് കൊടുക്കണം? ഇൻറ്റു ഇട്ട് കൊടുക്കണം. ഡിവൈഡഡ് ബൈ ടോട്ടൽ താഴെ എഴുതി കൊടുത്തു. ടോട്ടൽ ഔട്ട്കം ആണ് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത്, അത് മറക്കരുത്. നിങ്ങൾ ആകെ ഇത് മാത്രം എഴുതി കൊടുത്തിട്ട് നീച്ചു പോകുന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ആണ്. ഡിവൈഡഡ് ബൈ താഴെ എന്തെങ്കിലും സാധനം ഇല്ലാതെ പ്രോബബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി 3/5 പോയിട്ട് ചെറുതാക്കി പരിപാടിയൊക്കെ പോയിട്ട്. അടുത്ത എന്താണ്? 2 men. എത്ര മെന്നാണ് നമ്മളെ കയ്യിലുള്ളത്? 3 men. അതിന് എത്ര ആളെ എടുക്കേണ്ടത്? 2 ആളെ. അപ്പോൾ എന്താ? 3C2 ഡിവൈഡഡ് ബൈ 5C2. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ എ ക്ലാസ് 11 സ്കൂൾ 40% സ്റ്റുഡൻറ്റ്, കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ബി, ഒരാളെ റാൻഡായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് എ സ്റ്റുഡൻറ്റ് ഈസ് സെലക്ടഡ് റാൻഡം ഫ്രം ദ ക്ലാസ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ബി സ്റ്റഡിയിങ് മാത്തമാറ്റിക്സ് ഓർ ബയോളജി. ഈ ഓർ വന്നാൽ അവിടെ എന്താ കാണേണ്ടത്? യൂണിയനാണ് കാണേണ്ടത്. പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? പ്രോബബിലിറ്റി ഓഫ് മാത്സ്. മാത്സിൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. മാത്സ് എത്ര പേരാണ് പഠിക്കുന്നത്? 40%. പെർസെൻറ്റേജിൽ തന്നാൽ അതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ ഒന്നുമില്ല. 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 0.4 കിട്ടി. ഏറ്റവും നല്ലത് ഇയാളെ ചുമന്നുകൊണ്ട് അടക്കണില്ല, നല്ലത് 0.4 കൊണ്ട് അടക്കണതാണ്. പരിപാടി എളുപ്പമാണ്. ബയോളജി ആണെങ്കിലോ 30% ആണ്. അപ്പോൾ 0.3 കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? 10% ഓഫ് ദ ക്ലാസ് സ്റ്റഡി ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി. അതായത് ബയോളജിയും പഠിച്ചിട്ടുണ്ട്, മാത്സും പഠിക്കുന്നുണ്ട്, രണ്ടും കൂടെ പഠിക്കുന്നുണ്ട്. അതിന് നമ്മൾ എങ്ങനെ എഴുതി കൊടുക്കുക? ഇവിടെ ആൻഡ് അല്ലേ, ആൻഡ് വന്നാൽ ഇൻ്റർസെക്ഷൻ ആണെന്ന് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? അപ്പോൾ ഇൻ്റർസെക്ഷൻ ഇട്ട് കൊടുത്തു. മാത്സ് ഇൻ്റർസെക്ഷൻ ബയോളജി എന്ന് പറയുന്നത് 10% ആണ്. അത് 0.1 ആണ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് മാത്സ് ഓർ ബയോളജി ആണ്. അതെന്താ സാധനം? യൂണിയൻ ആണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു മാത്സ് ഓർ ബയോളജി എന്ന് പറയുന്നത് മാത്സ് യൂണിയൻ ബയോളജി ആണ്. ഈ മാത്സ് യൂണിയൻ ബയോളജി നമ്മൾ എ യൂണിയൻ ബി പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണല്ലോ. നേരെ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തു. പ്രോബബിലിറ്റി ഓഫ് മാത്സ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബയോളജി മൈനസ് പ്രോബബിലിറ്റി ഓഫ് മാത്സ് ഇൻ്റർസെക്ഷൻ ബയോളജി. വാല്യൂസ് ഇട്ട് കൊടുത്തു. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. എന്താണ്? 0.6 എന്ന ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 2 students Anil and Ashima appeared in an examination. The probability that Anil will qualify the examination is 0.05 and that Ashima will qualify the examination is 0.1. The probability that both will qualify the examination. ഈ ബോത്ത് എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 2 പേരും പാസ്സാവും. അപ്പോൾ എന്താ? ഇൻ്റർസെക്ഷൻ ആണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ്. 3 പ്രോബബിലിറ്റി അവിടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അനിൽ അഷിമ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ നമ്മൾ ആ മാത്സ് ബയോളജി കൊണ്ടെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ അനിൽ അഷിമ പാസ് ചെയ്യുന്ന സാധനം കൊണ്ടെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇവൻ്റ് ആയിട്ട് എടുത്തു. എ എന്ന് പറയുന്ന ഇവൻ്റ് അനിൽ വിൽ ക്വാളിഫൈ ദി എക്സാമിനേഷൻ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അനിൽ ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് കൊടുത്തുള്ളത് 0.05 ആണ്. ഇനി ബി എന്ന് പറയുന്നത് അഷിമ വിൽ ക്വാളിഫൈ ദി എക്സാമിനേഷൻ എന്ന് കൊടുത്തു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? അഷിമ ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 0.10 ആണ്. അപ്പോൾ ബോത്ത് വിൽ ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? പ്രോബബിലിറ്റി ഓഫ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.05 ആണ്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്ത് പറഞ്ഞു? 0.10 ആണ്. നെക്സ്റ്റ് ബോത്ത് ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്താ കൊടുക്കേണ്ടത്? ഇൻ്റർസെക്ഷൻ ആണ് കൊടുക്കേണ്ടത്. അത് എത്രയാ? 0.02 ആണ്. ഡീറ്റെയിൽ ആയിട്ട് അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ ചോദിച്ചത് നോക്കിക്കോ. ചോദ്യമാണ് ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ബോത്ത് അനിൽ ആൻഡ് അഷിമ വിൽ നോട്ട് ക്വാളിഫൈ ദി എക്സാമിനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എന്ത് കണ്ടെത്തി വെക്കുന്നുണ്ട്? എ യൂണിയൻ ബി കണ്ടെത്തി വെക്കുന്നുണ്ട്. എ യൂണിയൻ ബി കാണാനുള്ള ഇക്വേഷൻ എന്താ? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ട് എ യൂണിയൻ ബി നമുക്ക് കിട്ടി 0.13 ആണെന്നുള്ളത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ബോത്ത് അനിൽ ആൻഡ് അഷിമ വിൽ നോട്ട് ക്വാളിഫൈ ദി എക്സാമിനേഷൻ. നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സാധനം വരച്ച് കാണിച്ചു തരാം. വെൻ ഡയഗ്രാം പോലെ. ഇതാണ് എ എന്ന് പറയുന്നത്, അതായത് അനിൽ ക്വാളിഫൈ ചെയ്യണത്. ഇതാണ് ബി എന്ന് പറയുന്നത്, ആര് ക്വാളിഫൈ ചെയ്യണത്? അഷിമ ക്വാളിഫൈ ചെയ്യുന്നത്. ഇവിടെ എന്താ ചോദിച്ചത്? ബോത്ത് അനിൽ ആൻഡ് അഷിമ വിൽ നോട്ട് ക്വാളിഫൈ ദി എക്സാമിനേഷൻ എന്ന് പറഞ്ഞത്. രണ്ടാളും പാസ്സാവാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇതിൽ രണ്ടാളും പാസ്സാവണേ, രണ്ടാലും ഒരാൾ പാസ്സാവണത് എന്താ? ഈ എൻ്റെ ഉള്ളിൽ എന്താ? അനിൽ പാസ്സായിട്ടുണ്ടാവും. ബീൻ്റെ ഉള്ളിലുള്ള എന്താ? അഷിമ പാസ്സായിട്ടുണ്ടാവും. ഈ കാണുന്ന ഏരിയ എന്താ സാധനം? ഒന്നെങ്കിൽ അനിലും അഷിമയും പാസ്സായിട്ടുള്ള ഏരിയ ആണ് അതെന്ന് പറയുന്നത്. ഇവിടെ എന്താ ചോദിച്ചത്? അനിലും തോൽക്കണം അഷിമയും തോൽക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതാ ഏരിയ? ഈ പുറത്തുള്ള സ്ഥലമല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത്. ഈ പുറത്തുള്ള സ്ഥലം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഉള്ളിലുള്ളത് എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി. ഈ കാണുന്ന സാധനം ഈ വട്ടം മൊത്തത്തിലുള്ള എന്താ? എ യൂണിയൻ ബി ആണ്. ആ എ യൂണിയൻ ബി മൊത്തത്തിലാണ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ പുറത്തുള്ള സ്ഥലം കിട്ടൂലേടാ. ഏതെന്നാണ് ഒഴിവാക്കേണ്ടത്? നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പോൾ ആ 1 എന്നാണ് ഒഴിവാക്കി കൊടുത്താൽ പോരെ. ഇങ്ങോട്ട് നോക്കിയേ. അതായത് ഇനി വേറെ രൂപത്തിൽ പറയുകയാണെങ്കിൽ അനിൽ തോൽക്കണം എന്ന് പറഞ്ഞാൽ എന്താ? എ ഡാഷ് ആണ്. കാരണം എ എന്ന് പറഞ്ഞാൽ അനിൽ വിൽ ക്വാളിഫൈ ആണ്. അപ്പോൾ എ ഡാഷിൻ്റെ കാരണം അനിൽ വിൽ നോട്ട് ക്വാളിഫൈ. ബി എന്ന് പറഞ്ഞാൽ അഷിമ ക്വാളിഫൈ എന്നുള്ളതാണ്. അപ്പോൾ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ അഷിമ വിൽ നോട്ട് ക്വാളിഫൈ എന്നുള്ളതാണ്. ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ എ ഡാഷ് അനിൽ തോൽക്കണം, ബി ഡാഷ് എന്ന് പറഞ്ഞാലോ അഷിമ തോൽക്കണം. രണ്ടാളും തോൽക്കണം എന്നുള്ളതിന് ഇൻ്റർസെക്ഷൻ ഇട്ട് കൊടുത്തു. നമുക്കറിയാം ഡിമോർഗൻസ് ലോ പ്രകാരം എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആണെന്നുള്ളത്. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ ഡാഷ് നമ്മളെങ്ങനെ കാണുക? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അതാണ് ഞാനിവിടെ ചിത്രം വരച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. ഇനി ഇത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചു വെച്ചാലും മതി. ഓക്കെ ആണല്ലോ. സോ നമ്മൾ നേരെ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിച്ചു. ആൻസർ എന്ത് കിട്ടി? 0.87 എന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദി എക്സാമിനേഷൻ. അതായത് മിനിമം ഒരാൾ പൊട്ടണം. അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദി എക്സാമിനേഷൻ. അതായത് എന്താ പറഞ്ഞത്? മിനിമം ഒരാൾ പൊട്ടണം. അതായത് ഏത് സെനാരിയോ പാടില്ല, രണ്ടാളും കൂടി ജയിക്കണ പരിപാടി പാടില്ല. ഇതിൽ രണ്ടാളും കൂടി ജയിക്കണ പരിപാടി പറഞ്ഞാൽ ഏതാ? ഈ ഏരിയ അല്ലേ. അതൊഴിച്ച് ബാക്കിയെല്ലാം പറ്റും. ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാ? 1. ഇതെന്ന് പറയുന്ന സാധനം എന്താ? എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ടാളും കൂടി ജയിക്കുന്ന ഏരിയ. രണ്ടാളും കൂടി ജയിക്കുന്നത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഓക്കെ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ സാധനം ഏകദേശം ഇങ്ങനെ ആയിരിക്കും വരിക. എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ബി എന്ന് പറഞ്ഞ ആളുണ്ട്. ഇവിടെ ഈ ഏരിയ പറ്റൂല എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള സാധനം മൊത്തമാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതൊഴിച്ച് ബാക്കിയെല്ലാം. ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണടാ? ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ച് കൊടുത്തു? എ യൂണിയൻ ബി ആണ് കുറച്ച് കൊടുത്തു. അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം വിൽ ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ ടോട്ടലിന് രണ്ടാളും കൂടി പാസ്സാവുന്ന സാധനമായിട്ട് ഒഴിവാക്കി. ഒരാൾ പൊട്ടണം, മിനിമം ഒരാൾ പൊട്ടണം എന്ന് പറഞ്ഞത്. ഒന്നെങ്കിൽ അഷിമ പൊട്ടണം, അല്ലെങ്കിൽ അനിൽ പൊട്ടണം, അതല്ലെങ്കിലോ 2 പേരും പൊട്ടണം. ഇതല്ലേ പറഞ്ഞത്. അപ്പോൾ രണ്ടാളും കൂടി ജയിക്കുന്ന സാധനം നമ്മൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്നാണ് ഒഴിവാക്കി. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 നിന്ന് രണ്ടാളും കൂടി പൊട്ടുന്നത് ഒഴിവാക്കി. ആൻസർ എന്ത് കിട്ടി? 0.98 എന്ന് കിട്ടി. സെറ്റല്ലേ? അടുത്ത ചോദ്യം. ഓൺലി 1 ഓഫ് ദം വിൽ ക്വാളിഫൈ ദി എക്സാമിനേഷൻ. ഒന്നെങ്കിൽ അനിൽ ജയിക്കണം, അല്ലെങ്കിലോ അഷിമ ജയിക്കണം. രണ്ടാളും കൂടി ജയിക്കാൻ പറ്റുമോ? പറ്റില്ല. അനിലോ അഷിമയോ ജയിക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അതിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഏരിയയാണ് രണ്ടാളും കൂടി ജയിക്കുന്നത്. എ യൂണിയൻ ബി രണ്ടിൽ ഒരാൾ ജയിക്കണമാണല്ലോ. അതിൽ നിന്ന് ഈ ഏരിയ കളഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞ സാധനം കിട്ടൂലേ. അങ്ങോട്ട് നോക്കിയടാ. രണ്ടാലൊരാൾ ജയിക്കണതാണ് നമ്മളിപ്പോൾ ഈ വരച്ച് വെച്ചിട്ടുള്ളത്. ഇതും കൂടെ കൂട്ടിയതാണ് രണ്ടാലൊരാൾ ജയിക്കണത്. ഓക്കെ. ഇതിൽ നിന്ന് എന്ത് കളയണം? ഈ ഏരിയയാണ് കളയണം. എന്തുകൊണ്ടാണ്? രണ്ടാളും കൂടി ജയിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സാധനത്തിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുക. അതിൽ നിന്ന് എന്ത് ഒഴിവാക്കണം? എ ഇൻ്റർസെക്ഷൻ ബി അങ്ങോട്ട് ഒഴിവാക്കണം. ഇവിടെ നോക്കിയാടാ. എ യൂണിയൻ ബിയിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബി അങ്ങോട്ട് ഒഴിവാക്കി. എ യൂണിയൻ ബിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 0.13 ആയിരുന്നു. അതിൽ നിന്ന് 0.02 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 0.11 എന്ന് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോടാ മക്കളെ. സോ നമ്മളിവിടെ വെച്ച് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇത്രേ പ്രോബബിലിറ്റിയിലുള്ളൂ. അപ്പോൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കുക. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിർത്തുന്നു. താങ്ക് യു.